വണ്ണം കുറയ്ക്കാനായിട്ട് ഡയറ്റ് ചെയ്തു, ആഹാരത്തിന്റെ അളവ് കുറച്ചു, നടത്തം, ഓട്ടം പോലുള്ള വ്യായാമം ചെയ്തു, എന്നിട്ടൊന്നും വണ്ണം കുറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ അമിതവണ്ണത്തിന് പ്രമേഹവുമായിട്ടൊരു ബന്ധമുണ്ടാവാം. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. ഇൻസുലിന്റെ പ്രവർത്തനശേഷി കുറയുന്നു, നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. പ്രമേഹ രോഗത്തിന്റെ ഒരു ആരംഭ സമയത്ത് അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇൻസുലിന്റെ പ്രവർത്തനശേഷി കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരം കൂടുതലായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയും. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് അതിലൂടെ കിട്ടുന്ന ഗ്ലൂക്കോസിന് കോശങ്ങളുടെ ഉള്ളിൽ കയറാനോ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനോ സാധിക്കുന്നില്ല. അപ്പോൾ കൂടുതലുള്ള ഗ്ലൂക്കോസ്, ഷുഗർ രക്തത്തിലൂടെ ഒഴുകി നടക്കുവാണ്. ആ ഷുഗറിനെ, ഗ്ലൂക്കോസിനെ ഈ കൂടി നിൽക്കുന്ന ഇൻസുലിൻ കൊഴുപ്പായിട്ട് മാറ്റി സൂക്ഷിക്കും നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ കൂടുതൽ ഇൻസുലിൻ ഉള്ളത് കൊണ്ട് ഈ കൂടുതൽ ഗ്ലൂക്കോസിനെ വലിയ അളവിൽ കൊഴുപ്പായിട്ട് മാറ്റി നമ്മളുടെ ശരീരത്തിൽ സൂക്ഷിക്കും. അങ്ങനെ നമ്മളുടെ ശരീരത്തിൽ കൊഴുപ്പടിയുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് വണ്ണം വെക്കാം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ ഉണ്ടാക്കുകയും അത് വീണ്ടും ഇൻസുലിന്റെ പ്രവർത്തനശേഷി കുറയുന്നതിനും കാരണമാവാം. അപ്പൊ ഇതൊരു സൈക്കിള് പോലെ ആണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടി ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അതിന് വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യണം. റെസിസ്റ്റൻസ് ട്രെയിനിങ്, ആഹാരത്തിൽ പ്രോപ്പറായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ, ചില മരുന്നുകളുണ്ട് ആയുർവേദത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മെറ്റബോളിസം കൂട്ടുന്നതിനും ഇൻസുലിൻ്റെ പ്രവർത്തനശേഷി കൂട്ടുന്നതിനും സഹായിക്കുന്ന മരുന്നുകൾ, അത് ഉപയോഗിച്ചാൽ മാത്രമേ ആ അമിതവണ്ണം നമുക്ക് കൃത്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.